നമ്മുടെ ഈ പടത്തിന്റെ ചാലഞ്ച് എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഭിനയിക്കാൻ ഒരു പർട്ടിക്കുലർ ഒരാൾ വേണം. അപ്പൊ നമ്മൾ ആലോചിക്കണം കറക്റ്റായിട്ട് ഇത് ആർക്കായിരിക്കും കറക്റ്റായിട്ട് മാച്ച് ആവുന്നത്. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോൾ കാളിദാസ് ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ അല്ല ഇതെന്ന് തോന്നി. അങ്ങനെ കാളിദാസിനെ അപ്രോച്ച് ചെയ്തു നോക്കി. ആ കാളിദാസിനോട് കഥ പറഞ്ഞപ്പോൾ കേട്ട് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊരിച്ചിരി ഫാസ്റ്റ് പേസ് ആണ്. പുള്ളിയും കഥ കേട്ട് വളരെ ത്രില്ലടിച്ചായത് കേട്ടപ്പോൾ പുള്ളി വളരെ ഹാപ്പി ആയിരുന്നു. പുള്ളി അന്ന് തന്നെ എൻ്റെ അടുത്ത് ഓക്കെ പറഞ്ഞു, നമുക്ക് ചെയ്യാം, ഇതൊരു ചെയ്തിട്ടില്ല. പക്ഷെ ഇതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ രജനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആര് ചെയ്യുന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ സ്റ്റണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ഥലം എടുത്തിരുന്നു. അത് 2 ദിവസമേ നമുക്ക് കിട്ടിയുള്ളൂ ഷൂട്ട് ചെയ്യാൻ. ആ സ്ഥലം നമ്മൾ 2 ദിവസം ഷൂട്ട് ചെയ്ത ദിവസം മഴ പെയ്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ കുറച്ച് സീൻസ് പകൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് കാരണം നമുക്ക് നൈറ്റ് ഷൂട്ടും പറ്റത്തില്ല. അപ്പോൾ അത് പക്ഷേ നമുക്ക് പിന്നീട് ആ സ്പേസ് കിട്ടാതെ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിമാൻഡ് നമ്മൾ ഓഡിഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ലുക്കിൽ ചിലപ്പോൾ നമുക്കത് കിട്ടിയെന്ന് വരാം. പക്ഷെ പിന്നീട് അഭിനയിക്കുമ്പോൾ അത് മാറിപ്പോകും. അപ്പോൾ നമ്മൾ വീണ്ടും ആ വേറൊരാളിലേക്ക് പോകുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ പോലെ നല്ല പേടിയായിരുന്നു. മറ്റേ ലേബർ റൂമിൻ്റെ വെളിയിൽ നിൽക്കുന്ന പോലെ തിയേറ്ററിൻ്റെ വെളിയിൽ നിന്നത്. പക്ഷേ ഫൈനലി എല്ലാവരും അപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് അകത്ത് ഇങ്ങനെ കണ്ടവരൊക്കെ എടാ ഇൻ്റർവ്യൂവിലൊക്കെ ക്ലാപ്പ് ചെയ്തു, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫൈനലി എല്ലാം ഹാപ്പി ആയിട്ട് ഇറങ്ങിയത്. അതായത് മോശം സിനിമയെന്ന് പറഞ്ഞ് ഞാൻ ആരും കേട്ടില്ല. അതാണ് ഇതിൻ്റെ വിജയമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്മളോടൊപ്പം ഉള്ളത് ഡിസംബർ 8 റിലീസായ രജനി എന്ന മൂവിയുടെ ഡയറക്ടറും റൈറ്ററുമായ വിനിൽ വർഗീസും പ്രിയങ്ക സായുമാണ്. വെൽക്കം ടു സൈന സൗത്ത് പ്ലസ്. Thank you. First of all, let me ask you. You're from Telugu industry, right? Yeah. How was your experience working in Malayalam industry? It's different, but at the same time exciting and learning. Everything was there, so I'm so happy. Yeah. ഈ രജനി എന്ന മൂവിയുടെ സ്റ്റോറി ലൈനിൽ നിന്നും ഇപ്പോൾ ഓൺ സ്ക്രീൻ വരെയുള്ള ആ ഒരു ജേർണി ഇല്ലേ, അതിനെ പറ്റി ഒന്ന് പറയാമോ? അതായത് അതിനെ ഇതിനകത്ത് ഈ പടത്തിൻ്റെ ഒരു സീനാണ് ആക്ച്വലി ആദ്യമേ ക്രിയേറ്റ് ചെയ്തത്. ആ സീനിൽ നിന്നാണ് പിന്നീട് ഈ പറഞ്ഞ ഫുൾ മൂവി ലെങ്ത്തിലേക്ക് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്തത്. അത് കഴിഞ്ഞ് ആ സ്ക്രീൻ പ്ലേ ചെയ്ത് കഴിഞ്ഞ് ഞാനും ഇതിൻ്റെ ഡയലോഗ്സ് ചെയ്ത് വിൻസെൻ്റ് അടക്കം ട്രാൻസ് ഒക്കെ എഴുതിയാണ്. അപ്പോൾ പുള്ളിയായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് അസോസിയേറ്റ് അഭിജിത്ത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിയായിട്ടൊക്കെ ഇങ്ങനെ ഡിസ്കഷൻ നടന്നിട്ട് ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് നമുക്ക് ആർക്കൊക്കെ പ്ലേസ് ചെയ്യാമെന്നുള്ളത് അപ്പോൾ നമുക്ക് ആർട്ടിസ്റ്റുകൾ ഇവിടെ കിട്ടാൻ വളരെ എന്താ പറയുക വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കണം കറക്റ്റായിട്ട് ഇത് ആർക്കായിരിക്കും കറക്റ്റായിട്ട് മാച്ച് ആവുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ കാളിദാസ് ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ അല്ല ഇതെന്ന് തോന്നി. അങ്ങനെ കാളിദാസിനെ അപ്രോച്ച് ചെയ്തു നോക്കി. ഞാൻ കാളിദാസിനോട് കഥ പറഞ്ഞു. കാളിദാസ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു അങ്ങനെ കേട്ട് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊരിച്ചിരി ഫാസ്റ്റ് പേസ് ആണ്. പുള്ളിയും കഥ കേട്ട് വളരെ ത്രില്ലടിച്ചായത് കേട്ടപ്പോൾ പുള്ളി വളരെ ഹാപ്പി ആയിരുന്നു. പുള്ളി അന്ന് തന്നെ എൻ്റെ അടുത്ത് ഓക്കെ പറഞ്ഞു, നമുക്ക് ചെയ്യാം, ഇതൊരു ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡ്യൂസറായ ശ്രീതേട്ടനെയും ബ്ലസ്സേച്ചിയും അവരെ മീറ്റ് ചെയ്യുന്നു. അവരോടും ഈ പറഞ്ഞ പോലെ കഥ പറയുന്നു. ഇതുപോലെ അങ്ങനെയാണ് അവരും ഓക്കെ പറഞ്ഞു. ഫൈനലി രജനി എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ രജനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആര് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ കുറേ പേരെ ഓഡിഷൻ ചെയ്തു. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഫൈനലി ഈ പറഞ്ഞ പോലെ പ്രിയങ്ക സായിലേക്ക് എത്തിയത്. അത് പ്രിയങ്ക സായിയുടെ വർക്ക് എനിക്ക് തോന്നുന്നു ആ ചലഞ്ച് അത്രയും കഷ്ടപ്പെട്ടത് അത് വെർത്തായി എന്ന് എനിക്ക് ഓഡിയൻസിൽ നിന്നുള്ള റെസ്പോൺസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. തീർച്ചയായും ഇപ്പോൾ പറഞ്ഞ പോലെ കാളിദാസിനെ വളരെ ഒരു ക്യൂട്ട് നേച്ചറിലാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള റോൾസ് അങ്ങനെയാണ്. അപ്പോൾ എന്തുകൊണ്ട് കാളിദാസ് എന്നൊരാളെ ചൂസ് ചെയ്യാൻ തോന്നി? അദ്ദേഹത്തിന്റെ ഇതുപോലുള്ള ആക്ടിങ് നമുക്ക് കണ്ടിട്ടില്ല, നമുക്ക് പരിചിതമല്ല. അപ്പൊ എന്തുകൊണ്ട് ആ ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്തത് എങ്ങനെയാണ്? അല്ല, അതാ ഞാൻ പറഞ്ഞു, പുള്ളി നല്ല ആർട്ടിസ്റ്റ് ആണല്ലോ. നമ്മൾ തമിഴിലൊക്കെ പുള്ളി ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനൊരു സാധനം ഇങ്ങനൊരു അതായത് ഇതിന് ഇച്ചിരി ഷെയ്ഡി ക്യാരക്ടർ, അധികം സംസാരമൊന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് പുള്ളിയുടെ ഇച്ചിരി ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ പുള്ളി അത് കേട്ടപ്പോൾ പുള്ളി ഇങ്ങനെ ചേട്ടാ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ ഇത് ഇങ്ങനൊരു സാധനം. അപ്പൊ അതിലാണ് പുള്ളിക്ക് അത് ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാം. എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ഒരേ സാധനം ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ അവർക്കും ബോറടിക്കില്ല. അപ്പം അങ്ങനെ ആണ് കാളിദാസിൽ എത്തുന്നത്. It's a thriller movie, right? What attracted you most to this character? The whole story of the character, and it's not regular character, and if someone gets it, it's really it challenges them, and I can't express in normal words, but it's a phenomenal character. So I don't want to miss it. So I just want to do it, and that's it. ഈ ഒരു രജനി എന്ന് പറഞ്ഞ ജേർണി എത്ര നാളെടുത്തു ഈ ഒരു പ്രോസസ്? അത് ഈ പറഞ്ഞ നമ്മൾ ആക്ച്വലി എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ ഒരാഴ്ച പൂജയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി ലോക്ക്ഡൗൺ വരുന്നത്. അപ്പം കുറച്ച് ലോക്ക്ഡൗൺ സർവേ 2 ലോക്ക്ഡൗൺ സർവേ ഈ പറഞ്ഞ പോലെ ഫൈനലി ഇത് നമുക്ക് റിലീസ് ചെയ്യുന്ന ഒരു തക്കത്തിലേക്ക് എത്തുന്നത്.
ഇപ്പോൾ ഒരു ത്രില്ലർ മൂവി എന്ന് പറയുമ്പോൾ മറ്റു മൂവീസിനെക്കാട്ടി വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ ആ സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് പാടുള്ള പരിപാടിയാണ്. അതെങ്ങനെയാണ് അത് മേക്ക് ഷുവർ ചെയ്തത്? അതായത് ഇത് ത്രില്ലർ ജോൺ എന്ന് പറഞ്ഞാലും ഇതിനകത്ത് നമ്മൾ ഒരു സാധാരണ സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഏറ്റവും അവസാനം നമ്മൾ ആ വില്ലനെ കാണും എന്നുള്ളൊരു അങ്ങനെയാണല്ലോ സാധാരണ. ഇത് പക്ഷേ യൂഷ്വൽ ത്രില്ലറിലുപരി ഈ കഥയ്ക്കകത്തൊരു ഒരു മെസ്സേജ് ഒരു പരിപാടി ഉണ്ട് ഇതിനകത്ത്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഞാൻ കാരണം ത്രില്ലർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വരുന്ന കുറേ പടങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു പടമേ അല്ല ഇത്. ഇതിനകത്ത് ഇമോഷനുണ്ട്, ഇതിനകത്ത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. മൊത്തത്തിൽ എല്ലാം കൂടെ കുറച്ച് മിക്സ്, എല്ലാത്തിൻ്റെ എലമെന്റ് ഇച്ചിരി ഉണ്ട് അതിനകത്ത്. അല്ലാതെ പ്യുവർ ത്രില്ലർ എന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് ആക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ആക്ടിങ് അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഈ സസ്പെൻസ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒന്ന് സിനിമാറ്റോഗ്രഫിയും മറ്റൊന്ന് സൗണ്ടും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് സിനിമയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ത്രില്ലേഴ്സിനെ സംബന്ധിച്ച്. അതെങ്ങനെയാണ് ചൂസ് ചെയ്തതും അതിനു വേണ്ടിയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ചൂസ് ചെയ്തതും? ഞാൻ ഇത് മ്യൂസിക് പ്രൊഡ്യൂസറിന്റെ സംസാരിച്ചു ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ BGM. കാരണം ത്രില്ലർ ഈ പറഞ്ഞ ഈ ജോണറിലുള്ള പടങ്ങൾക്ക് എപ്പോഴും അതിനെ കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്യും നല്ല മ്യൂസിക് ആണെങ്കിൽ. അപ്പം നമ്മളിപ്പം കുറേ പേരെയൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്നെങ്കിലും അപ്പോൾ എന്നോട് സജസ്റ്റ് ചെയ്താണ് 4 മ്യൂസിക്സ് എന്ന് പറഞ്ഞൊരു ബാൻഡ്. അവർ 4 പേരാണ്. പയ്യം അവരും എന്നെ ഇച്ചിരി മൂത്ത് അങ്ങനത്തെ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ഞാൻ അവരോട് കഥ പറഞ്ഞപ്പോൾ തന്നെ അവരുമായിട്ട് ജെല്ലായി. അപ്പോൾ അവരുടെ അടുത്ത് എനിക്കൊരു കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു ഫ്രീഡം ഉണ്ട് നമുക്ക് ചർച്ച ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പം വലിയൊരു സീനിയറുടെ അടുത്തൊക്കെ പോയി ഇതല്ല അതെങ്ങനെയല്ല അങ്ങനെ പറ്റത്തില്ല. ഇത് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഒരു ഫ്രണ്ട്സായിട്ടിരുന്ന് അത് വർക്ക് ചെയ്ത് അങ്ങനെയാ ഇത്. അത് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ലതായിട്ട് വന്നിട്ടുണ്ട് ആക്ച്വലി. ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും ഫസ്റ്റ് 2 പേരെ ഇപ്പൊ സെക്കൻഡ് ഷെഡ്യൂൾ ചെയ്ത വിഷ്ണു എന്ന് പറഞ്ഞ ഒരു ആളാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട് ആക്ച്വലി. ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാതെ. നൈറ്റ് സീൻസ് ആണ് കൂടുതൽ. അത് കുറച്ച് പിന്നെ പാടായിരുന്നു ഈ പറഞ്ഞ പോലെ. ഫുൾ അതും എക്സ്റ്റീരിയർ ആയിരുന്നു കൂടുതലും. ഇന്റീരിയർ മാത്രമാണ് പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് കൂടുതൽ എക്സ്റ്റീരിയർ ആയതുകൊണ്ടും നൈറ്റ് ആയതുകൊണ്ടും അതിൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ. Did you have any reference in mind when you heard about the character? It's a very different character, right? Yeah. So did you have any reference or any such things? I mean, I saw some videos as reference, but sir sent me some pictures of reference looks and all. So even that picture has that person has that different vibe. So I tried to pose like them, and I tried to pose exactly in the picture. So it was nice, and you know, even if we go personally and talk to someone, we can't get exact same character, because this is completely different. Even though it matches to that picture, but yeah. Inputs and all sir gave me, and I did it. വിൻലേറ്റിന്റെ ഫസ്റ്റ് വർക്ക് അല്ലേ? അതെ. അപ്പം ഒരു ത്രില്ലർ ഷൂട്ട് ചെയ്തപ്പോൾ വളരെ ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ്. തീർച്ചയായും ഇത് കാരണം നമ്മൾ എന്തൊക്കെ സ്ക്രിപ്റ്റും ഇതെല്ലാം എഴുതി പെർഫെക്റ്റ് ആക്കി എന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യണം, ഇത്ര പേരുണ്ട് ഒരു സെറ്റിൽ, അവരെല്ലാവരും ഇതിനകത്ത് വളരെ നന്നായിട്ട് തന്നെ പങ്കെടുക്കണം. ആ സമയത്ത് ചിലപ്പോൾ മഴ പെയ്യാം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളാണ്. ചിലപ്പം കറണ്ട് പോവാം, അല്ലെങ്കിൽ ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഇത്ര ദിവസം ഷെഡ്യൂൾ ചെയ്ത് അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനകത്ത് ഷൂട്ട് തീർക്കണം എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും. കാരണം ഒരു ദിവസം എക്സ്ട്രാ ഷൂട്ട് ആയി കഴിഞ്ഞാൽ വീണ്ടും പ്രൊഡ്യൂസറിന്റെ പൈസയാണ് അത് മാറുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ എങ്ങനെ പെട്ടെന്ന് അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തും അതിന് ഈ പറഞ്ഞ പോലെ ഒരു ദൈവത്തിന്റെ അനുഗ്രഹവും കൂടെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ വരും. ഇപ്പൊ ഈ ത്രില്ലർ എന്ന് പറയുമ്പോൾ പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് ഓൺ സ്ക്രീൻ അത് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് വളരെ പാടുള്ള പരിപാടിയാണ്. അങ്ങനെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിരുന്നോ? ഉണ്ട്. ഇതിനകത്ത് നമ്മൾ സ്റ്റണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ഥലം എടുത്തിരുന്നു. അത് 2 ദിവസമേ നമുക്ക് കിട്ടിയുള്ളൂ ഷൂട്ട് ചെയ്യാൻ. പൊള്ളാച്ചില്ല പളനിയിൽ. അപ്പോൾ ആ സ്ഥലം നമ്മൾ 2 ദിവസം ഷൂട്ട് ചെയ്ത ദിവസം മഴ പെയ്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിന്റെ കുറച്ച് സീൻസ് പകൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് കാരണം നമുക്ക് നൈറ്റ് ഷൂട്ടും പറ്റത്തില്ല. അപ്പോൾ അത് പക്ഷേ നമുക്ക് പിന്നീട് ആ സ്പേസ് കിട്ടാതായി. പിന്നെ നമ്മൾ അതിനെ പാച്ച് ചെയ്ത് വേറെ സ്ഥലത്തായിട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ എല്ലാത്തിനും നമ്മൾ ഓവർകം ചെയ്യുള്ളൂ. അങ്ങനെയാണ് അത് നടക്കുകയുള്ളൂ. Just like he said, the movie had many fight scenes. Yeah. How did you prepare for that? I do some workouts and all. So I mean, it's fun to do like fight scenes and doing like a powerful person. It was fun. I really like it, and personally I like a girl doing fights, so I
I enjoyed it. The movie had many Malayalam actors in it, right? How was your experience working with a huge crew like that? Yeah, language is a little bit problem, but still communication, and they were so friendly, they were so welcoming, and everyone was nice to me. Namita Prabhu and Sai Kurpusha and Kaldas and Shami Rai. She's Romy. my Sean Romy. She's very good. She became a good friend to me. So everyone was nice. Poram sir, Karnakaran sir, everyone was good. Yeah. ഇപ്പോൾ ആദ്യമായിട്ടൊരു മൂവി ചെയ്യുകയാണ്, അപ്പോൾ യൂഷ്വൽ ഒരു രീതിയിൽ നിന്നല്ലാതെ ഒരു ഈസി ടാർഗറ്റ് അല്ലായിരുന്നു, ഒരു വളരെ കുറച്ച് പാടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ത്രില്ലർ എടുക്കുക. എന്തുകൊണ്ടാണ് ആദ്യത്തെ മൂവി ഒരു ത്രില്ലർ എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്? അത് ഞാൻ അത് വീണ്ടും പറയുന്നത്, ത്രില്ലറിനുപരി ഇതിനകത്തൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റാണ് ഇതിന്റെ എന്താ പറയുക വിന്നർ എന്ന് പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം. ആ കോൺസെപ്റ്റിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു ത്രില്ലർ ജോണർ, നമ്മൾ പറയുമ്പോൾ ജോണർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ത്രില്ലറിനെ പറയാൻ പറ്റും. പക്ഷെ പടം കണ്ടാൽ മാത്രമേ ഇത് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. എന്താണ് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്താണ് ഇതിനകത്ത് ഇവിടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടർ, രജനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്താണ്, ആ ആളിലേക്കാണ് നമ്മൾ ഫൈനലി എത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി ഡയറക്ടേഴ്സ് പടം ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു കഥ ചൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ എനിക്ക് തോന്നി നമ്മളൊരു മാർക്ക് ഉണ്ടാക്കിയിട്ട് പോയാലല്ലേ, നമ്മൾ കുറേ കഷ്ടപ്പെട്ടാണ് ഒരു പടത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ പടം എടുത്തിട്ട് ഒരു 2 ദിവസം ഓടിയിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഇല്ല. ഇപ്പം കിട്ടുന്ന റെസ്പോൺസസ്, ഇപ്പം മൂവി റിവ്യൂസ് കാണുകയാണെങ്കിൽ, തിയേറ്റർ റെസ്പോൺസ് ഒക്കെ കാണുകയാണെങ്കിൽ വളരെ നല്ല റെസ്പോൺസസ് ആണ് വരുന്നത്. എങ്ങനെയുണ്ട് പേഴ്സണലി, അങ്ങനെ എന്തെങ്കിലും റിയാക്ഷൻസ് കേട്ടിരുന്നോ, കണ്ടിരുന്നോ? ഞാൻ സത്യം പറഞ്ഞ ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ നല്ല പേടിയായിരുന്നു, മറ്റേ ലേബർ റൂമിന്റെ വെളിയിൽ നിൽക്കുന്ന പോലെ തിയേറ്ററിന്റെ വെളിയിൽ നിൽക്കുന്നത്. അപ്പോൾ പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ആക്ച്വലി കുറച്ച് മാറി നിൽക്കുന്നത് എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഫൈനലി എല്ലാവരും, അപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് അകത്ത് ഇങ്ങനെ കണ്ടവരൊക്കെ, എടാ ഇന്റർവ്യൂവിലൊക്കെ ക്ലാപ്പ് ചെയ്തു, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫൈനലി എല്ലാം ഹാപ്പി ആയിട്ട് അറിയുന്നത്. അതായത് മോശം സിനിമ എന്ന് പറഞ്ഞ് ഞാൻ ആരും കേട്ടില്ല. അതാണ് ഇതിന്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. ഇപ്പോൾ ഇതിൽ വളരെ വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ അതിനൊരു സൈക്കോളജിക്കൽ അപ്രോച്ചിന്റെ ആവശ്യം വളരെയധികം വരുന്നുണ്ട്, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു അപ്രോച്ച് എങ്ങനെയാണ്, അതിലോട്ടുള്ള എങ്ങനെയാണ് ഇൻപുട്സ് കൊടുത്തോണ്ടിരുന്നത്? അതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ പൂറാം സാറിനെ ഒക്കെ ചൂസ് ചെയ്തത്. കാരണം ചില കാര്യങ്ങൾ ചിലർ പറയുമ്പോൾ നമ്മളത് കേട്ടിരിക്കും, നമ്മൾ അതിൻ്റെ ഒരു റെസ്പെക്ട്, ഒരു അറ്റൻഷൻ കൊടുക്കും. പുള്ളിയുടെ ഒരു പ്രായം, പുള്ളിയുടെ ഒരു രീതി സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തെ മെയിൻ സംഭവം ബേസിക്കലി പൂറാം സാർ ത്രൂ ആണ് നമ്മളതിനെ ആൾക്കാരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ്, ഇപ്പം എല്ലാ ക്യാരക്ടേഴ്സിനും ഇതിനകത്തൊരു ജോലിയുണ്ട്. അതായത് എല്ലാവരും ബേസിക്കലി രജനിയുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ. ബേസിക്കലി കാളിദാസ് ആണ് അതിന്റെ മെയിൻ. കാളിദാസിന്റെ ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാം. അല്ലെ പുള്ളി കണ്ടുപിടിക്കുന്ന ഓരോരോ സാധനങ്ങളും പാരലി ഇതിനകത്തെ പോലീസ് ഓഫീസർ അശ്വിനും പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട്. കണ്ടുപിടിക്കാൻ മീൻസ് ഒരു മർഡർ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അതിന്റെ അന്വേഷണമാണ് ബേസിക്കലി പടം. ഇപ്പൊ മൂവി നമ്മൾ കാണുമ്പോൾ അതിനകത്ത് ത്രൂ ഔട്ട് ഈ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, ഒരു സെക്സ് വർക്കർ എന്നൊരു ഇമേജ് കൊടുക്കുന്നുണ്ട്. അത് മനഃപൂർവ്വം കൊടുത്ത ഒരു ഇൻപുട്ട് ആയിരുന്നു? അല്ല, നമുക്കത് എന്താണ്, നമുക്ക് ആദ്യം കാണുമ്പോൾ ചിലർ എന്നോട് പറയുന്നത് പ്രേതമാണോ എന്ന് ചോദിച്ച ആൾക്കാർ. തീർച്ചയായും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, അത് കഴിയുമ്പോൾ പറയുന്നുണ്ട് ഇല്ല, ഈ പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞത്, ഒരാളുടെ ഇത് കൺസെപ്റ്റ് അനുസരിച്ച് പ്രേതമാണെന്ന് പറയുന്നു, ഓട്ടോക്കാരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഇതൊരു സെക്സ് വർക്കറാണെന്ന് പറയുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതെല്ലാം മാറി വേറൊരാളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിനെല്ലാം ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, ആരാണ്, എന്താണ്, എന്തിനാണ് എന്നുള്ളൊരു സംഭവം. This is your first time in Malayalam, right? Yeah. People are just loving your performance after watching the movie. How's your feeling about that? So happy. Do you watch Malayalam movies? Yeah. Yeah. I do. We love Malayalam movies because there is a story and emotions, drama, message. Everything was so settled and neat. We love watching Malayalam movies. Me and my husband, we love watching Malayalam movies. Yeah. After watching the movie, most of the people are telling that you're going to get an award for this. What are your thoughts about that? I don't know. Are there any memorable moments or anecdotes related to language challenges while working with a Malayalam crew? Yeah. There is, but people. My team is very comfortable. They made me comfortable because they try to make me understand what is going on, what is the scene, what is the emotion, and every crew, like makeup, costume, our production team, everyone was like, okay,
they try to tell me in better way. இப்போ காஃபி or the makeup costume எல்லாமே try to make me understand இது அப்படி. So now I know a little Malayalam, like കുറച്ച് വെള്ളം இப்படி അണ്ടർസ്റ്റാൻഡ് മലയാളം? I can understand Malayalam better. And now it's better. ഇപ്പോൾ രജനി എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ കേട്ടിരുന്ന ഒരുപാട് റിജക്ഷൻസ് ഈ ഒരു ക്യാരക്ടർ പ്രസന്റ് ചെയ്തപ്പോൾ ഒരുപാട് റിജക്ഷൻസ് ഫേസ് ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു കഥ പ്രസന്റ് ചെയ്തപ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നിയത് കാരണം റിജക്ഷൻസ് ഫേസ് ചെയ്തു എന്നുള്ളത്, അതിനെപ്പറ്റി എന്താണ് ഒരു പറയാനുള്ളത്? കഥയുടെ റിജക്ഷൻസ് ആണോ പറയുന്നത്? ക്യാരക്ടർ രജനി എന്നുള്ള ക്യാരക്ടർ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇത് വളരെ സട്ടിലായിട്ട് പറഞ്ഞു പോകേണ്ട ഒരു സംഭവമാണ്. കാരണം ഇതിനകത്തൊരു ഉണ്ടല്ലോ, അതൊന്നും പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് നമ്മൾ അതിനകത്ത് വളരെ സട്ടിലായിട്ട് അത് പറഞ്ഞു പോയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് അവർ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അല്ലെ, പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് പല കാര്യങ്ങളും സംഭവിക്കും, പക്ഷേ ഫൈനലി നമ്മളത് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ പടത്തിന്റെ ചാലഞ്ച് എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അഭിനയിക്കാൻ ഒരു പർട്ടിക്കുലർ ഒരാൾ വേണം. അതിന് കുറച്ച് ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ആ ഡിമാൻഡ് നമ്മൾ ഓഡിഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ലുക്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരാം, പക്ഷെ പിന്നീട് അഭിനയിക്കുമ്പോൾ അത് മാറിപ്പോകും. അപ്പൊ നമ്മൾ വീണ്ടും വേറൊരാളിലേക്ക് പോവായിരുന്നു. പക്ഷെ പ്രിയങ്ക ഈ പറഞ്ഞ എൻ്റെ സ്ക്രിപ്റ്റ് അസോസിയേറ്റ് അഭിജിത്താണ് പ്രിയങ്കയുടെ ഫോട്ടോ ഫസ്റ്റ് കാണിക്കുന്നത്. ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് അത്ര ഇമ്പ്രസ്ഡ് ആയില്ല. പക്ഷെ അതിനകത്ത് ഒരു റീല് കാണിച്ചു. റീല് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഞങ്ങൾ എനിക്ക് ഒരു 100 തവണയെങ്കിലും ആ റീല് കണ്ടിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളിങ്ങനെ അഭിജിത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതുപോലെ ആ കുട്ടിയെ എവിടെയാണ് ഉള്ളതെന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ മെസ്സേജ് അയച്ച് പ്രിയങ്ക റിപ്ലൈ അയച്ചു. അങ്ങനെ ഞാൻ പ്രൊഡ്യൂസറിനെ കാണിച്ചു. പ്രൊഡ്യൂസർ നമുക്ക് ഓഡിഷൻ ചെയ്യാം. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഒരാളെ ഓഡിഷൻ ചെയ്തത്. ഫസ്റ്റ് ഒറ്റ ഒരാളെ ചെയ്തുള്ളൂ, അത് പ്രിയങ്ക. പ്രിയങ്കയിലേക്ക് എത്തിപ്പെട്ടത് അങ്ങനെയാണല്ലേ? ഇപ്പൊ ഈ ക്യാരക്ടറിൽ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് മേക്കപ്പ് അല്ലെങ്കിൽ മാനറിസംസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെങ്ങനെയാണ് മോൾഡ് ചെയ്തെടുത്തതോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതോ എങ്ങനെയാണ്? അത് റോണക്സ് ചേട്ടൻ ഫസ്റ്റ് ഡേ പ്രിയങ്ക വന്ന ദിവസം റോണക്സ് സേവിയർ പുള്ളി ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഫസ്റ്റ് ഡേ ചേട്ടനെ നമ്മൾ എല്ലാവരും കാണിക്കും, നമ്മൾ ഒരൊറ്റയ്ക്കല്ല ഡിസിഷൻ എടുക്കുക, നമ്മളെ പലരെയും അത് നമ്മൾ കാണിക്കുമല്ലോ. റോണക്സ് ചേട്ടനെ കാണിച്ചു. റോണക്സ് ചേട്ടൻ എനിക്കൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു. കുറച്ച് കഴിഞ്ഞു, കുറച്ചേരം പുറത്ത് നിൽക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. എന്നിട്ട് പുള്ളി ഒരു പരിപാടി ചെയ്തിട്ട് പുള്ളി എനിക്കൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു. അതിൽ ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. അതിൽ അപ്പം അങ്ങനെയാണ് ഫിക്സ്ഡ്. അങ്ങനെ how do you prepare for roles in different languages? It's difficult, no, working in different languages, right? You face language barriers and all. How do you prepare for that, for different characters in different languages? We can't prepare for that because see, language is just like sound, different sounds like that. But when character and a story is so good, you really want to do it, then it's not a big problem. And this character I'm in love with Rajni, the whole character and story, everything. So it's I didn't think about that much about language, but I love this character. Yeah, that made me as a director. He's my favorite. I used to irritate him for everything, costume, language. ഫിലിം ഇറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞല്ലോ. ഫിലിം ഇറങ്ങി കഴിഞ്ഞിട്ട് പ്രിയങ്ക കണ്ടിട്ടില്ല. പ്രിയങ്ക ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സമ്മതിക്കില്ല, ഇവിടെ വരാൻ പറ്റില്ല. അങ്ങനെ ഒരാഴ്ച ഇന്നലെ ആ പ്രിയങ്ക സിനിമ കാണുന്നത്. ഇപ്പോ ഒരു സിനിമ കണ്ടിറങ്ങുന്ന ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നതിൽ ഒരു വലിയ ഫാക്ടറാണ് അതിലെ ആക്ടേഴ്സ് എന്നുള്ളത്. വളരെ മൈന്യൂട്ടായ എക്സ്പ്രഷൻസ് വെച്ച് ഈ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ആ ഒരു മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് എങ്ങനെയാണ് ശ്രദ്ധിച്ചിരുന്നത്? അല്ല, നമുക്ക് ഈ പറഞ്ഞ വലിയ ഹ്യൂജ് സ്റ്റാർ കാസ്റ്റ് അല്ല. നമസ്കാരം ഈ പറഞ്ഞ പോലെ പ്രിയങ്ക പോലും ഫസ്റ്റ് ടൈമാണ് മലയാളത്തിൽ കണ്ടത്. അപ്പം നമ്മുടെ കുട്ടി ഇപ്പോൾ കളേഴ്സ് ആണെങ്കിലും പതുക്കെ അങ്ങനെ വലിയ ഹ്യൂജ് ഇതിൽ മലയാളത്തിൽ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ആ ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്ക്രീൻ പ്ലേ എങ്ങനെ മാക്സിമം ഇൻട്രസ്റ്റ്ഫുൾ ആക്കാം എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ കഥ അനുസരിച്ചിട്ട് ഒരാൾ വരുമ്പോൾ ആ കഥയുടെ സ്പീഡും അതിൻ്റെ ഒരു അപ്സ് ആൻഡ് ഡൗൺസും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഓഡിയൻസ് എങ്ങനെയാണ് കാണുന്നത്. അതിൻ്റെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പടം കണ്ടപ്പോൾ ഈ കോളേജ് പിള്ളേർക്കൊക്കെ ഇതിന് ഫസ്റ്റ് ഹാഫാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അടുത്ത് വേറെ കുറേ ആൾക്കാർ എനിക്കിതിന് സെക്കൻഡ് ഹാഫാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പം ഫസ്റ്റ് ഹാഫിൽ എൻജോയ് ചെയ്ത പിള്ളേർ സെറ്റ് അവരുടെ അതിൻ്റെ ത്രില്ലർ ഒരു ഫാസ്റ്റ് പേസ്, സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണിക്കുന്ന അടുത്ത സെഗ്മെന്റ്
അവർക്ക് ചെറുതായിട്ട് അത് അത്ര മനസ്സിലായി. എന്നാൽ മാത്രമേ നമുക്കിത് ടോട്ടലായിട്ട് പടം നമുക്ക് കണക്റ്റ് ആവുള്ളൂ. അല്ല ചുമ്മാ മറ്റേ ഞെട്ടുന്ന സീൻ ഇട്ടുകൊണ്ട് അവസാനം തീർത്ത് കഴിഞ്ഞാൽ ആ പടം വർക്കാവില്ല. അതിനകത്ത് അതിൻ്റെതായ റീസണിങ് കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്ത് ഈ 2 മണിക്കൂറിനകത്ത് നമ്മളിത് ചെയ്യാന്ന് പറഞ്ഞ ചില്ലറ പരിപാടിയല്ല. അപ്പൊ ഞാൻ പറയുന്നത് പടം കണ്ടിറങ്ങിയ ആള് മോശമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പൊ നടക്കുന്ന ഒരു ട്രെൻഡ് പോലെയാണ്, അതായത് വളരെ സൈലന്റ് ആയി വന്ന് സിനിമ തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോൾ വളരെ ഹിറ്റ് ആവുന്നു. കാരണം ഇങ്ങനത്തെ പടങ്ങൾക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ കൊടുത്തിട്ട് നമുക്കറിയാമല്ലോ നമ്മുടെ വർക്ക് എന്താണ്, നമ്മുടെ ആർട്ടിസ്റ്റുകൾ തന്നെയൊക്കെയാണ്. നമ്മൾ ആ ഓവർ എക്സ്പെക്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് കാണുമ്പോൾ അവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ അത് അന്ന് തന്നെ ആ ഫസ്റ്റ് ഡേ തീരും പടം. അതേസമയം ഒരു എക്സ്പെക്ടേഷനിൽ ഏതാ കണ്ടിട്ട് അല്ല ഈ പടം വലിയ കുഴപ്പമില്ല, എടുത്ത് നല്ല പടമാണ് എന്ന് പറയുന്നത് കേൾക്കാനാണല്ലോ നമുക്ക് ഇഷ്ടം. അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. ഇത്രയും റെസ്പോൺസ് പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയും അത് അങ്ങനെയല്ല. അതിപ്പോ നമ്മൾ ഏത് പടം ചെയ്യുമ്പോൾ ആര് ചെയ്താലും ഈ അവരുടെ ഒരു പടം ഇറങ്ങുമ്പോൾ ഒബ്വിയസ്ലി അവർക്കത് ഹിറ്റ് ആവണം, വർക്ക് ആവണം എന്നുള്ള ഒരു ആഗ്രഹമാണല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ നമ്മൾ ആ ഒരു ഇത് നമുക്ക് ആ കേൾക്കാമല്ലോ തിയേറ്ററിലൊക്കെ ഉള്ള റെസ്പോൺസ്. അല്ലെ ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തു നിന്ന് തന്നെ പലരും വിളിച്ചു, അൺനോൺ ആയിട്ടുള്ള ആൾക്കാരും വിളിച്ചു, മെസ്സേജ് ചെയ്തു, വളരെ രസമുണ്ട്. വേറൊരു അതിന്റെ കോൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാകുന്ന ആൾക്കാർക്ക് ഈ പടം ഇഷ്ടപ്പെടും. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് എല്ലാവർക്കും ഇപ്പം എനിക്ക് അങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെ മനസ്സിലാക്കണം, അങ്ങനെയല്ല. പക്ഷെ ഇത് ഈ കോൺസെപ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു രീതിയും അതിന്റെ മ്യൂസിക്കും അതിന്റെ ആക്ഷനും പരിപാടിയും എല്ലാം വെച്ചിട്ട് ഒരാൾക്ക് മനസ്സിലാക്കിയാൽ അവർക്കത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. രണ്ടുപേരോട് കൂടെ ചോദിക്കട്ടെ, ഇപ്പൊ ഇനി ഏതെങ്കിലും ഓൺഗോയിങ് പ്രോജക്ട്സ് പോകുന്നുണ്ടോ? Do you have any ongoing projects right now? After some time I want to do because this is a huge thing. So Rajni, after Rajni I want to be part of good stories, different characters, everything, but I want to enjoy first Rajni. എന്തായാലും രജനി ഇപ്പോൾ വളരെ ഉയരങ്ങളിലേക്ക് എത്തുകയാണ്. ഇനി നിങ്ങളുടെ ഓൺഗോയിങ് പ്രോജക്ട്സ് ഇതുപോലെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. Thank you.